ഈ നാട്ടിലെ പിള്ളേരൊന്നും ശരിയല്ലാന്നേ. ഒരിക്കലും ഒരു മകനെ കൊണ്ടുവന്നൊരു അച്ഛൻ പറയുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ മകനൊന്നും കളിക്കാനേ വിടുന്നില്ല. പക്ഷേ എന്തു പറഞ്ഞുകൊണ്ടാണ് ഈ മകനെ കൊണ്ടുവന്നിരിക്കുന്നത്? മകൻ പുറത്തിറങ്ങുന്നില്ല, മകൻ എപ്പോഴും റൂമിൻ്റെ ഉള്ളിൽ അടയിരിക്കുകയാണ്, ആരുമായിട്ട് സമ്പർക്കമില്ല, ഒരു കളിയില്ല, ചിരിയില്ല. അങ്ങനെ വന്നപ്പോഴാണ് ചോദിച്ചറിഞ്ഞവൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത്. അവൻ ആദ്യമൊക്കെ നന്നായിട്ട് ഇൻ്ററാക്റ്റീവ് ആയിരുന്നു. അവൻ പുറത്തു പോയി കളിക്കും, അവന് ഭയങ്കര സന്തോഷമാണ്, എപ്പോഴും മുഖത്ത് നല്ല ഒരു പ്രസന്നത ഉണ്ടായിരുന്നു, നല്ല ഊർജ്ജസ്വലത ഉണ്ടായിരുന്നു. പക്ഷേ ഈയിടെ അതെല്ലാം നിന്നുപോയി. ഇപ്പോൾ റൂമിൽ ഒതുങ്ങിക്കൂടിയിരിക്കുക എന്നുള്ളതാണ്. കാരണം ഇതാണ്, അവൻ്റെ തന്നെ അച്ഛൻ തന്നെയാണ് അവനെ ഈ നിലയിലെത്തിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവന് വളരെ സാധാരണ പഠിക്കാൻ ഇത്തിരി പിന്നിലാണ്, അതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ അവൻ സാധാരണ ഒരു കുട്ടിയായിരുന്നു. ഇപ്പോൾ അവനൊരു 18 വയസ്സ് പ്രായമായിട്ടുണ്ട്. അപ്പോൾ ഒരു വഴിക്കും പോകുന്നില്ല, ഒരു ജോലിക്ക് പോകാൻ തയ്യാറാവില്ല. പോയാൽ തന്നെ 2 ദിവസം കഴിഞ്ഞ് തിരിച്ചു വരും, അവിടെ പോവില്ല, അല്ലെങ്കിൽ അവിടെ ഇൻ്ററാക്റ്റ് ചെയ്യില്ല എന്നുള്ളതാണ്. അങ്ങനെ നോക്കുമ്പോൾ അവന് ജോലിക്കും ഇപ്പോൾ പറ്റാത്ത ഒരവസ്ഥയിൽ എത്തിപ്പെടുക. പഠിക്കാൻ മാത്രമല്ല അവൻ പിന്നോട്ടായത്. ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്വന്തം അച്ഛൻ തന്നെയാണ്. അവനൊന്നിനും വിടുന്നില്ല, അവനെ കളിക്കാനേ വിടുന്നില്ല ആദ്യമേ. കാരണം ആദ്യമൊക്കെ പോയിരുന്നു, പിന്നെ പറഞ്ഞു അതൊക്കെ ചീത്ത കൂട്ടുകെട്ടാ, അവരൊന്നും ശരിയല്ല എന്നും പറഞ്ഞുകൊണ്ട് കുട്ടിയെ ഒരു വഴിക്കും വിടാതായി. ഇപ്പോൾ എന്തായി? കുട്ടി ഒരു വഴിക്കും പോകുന്നില്ല, കുട്ടി റൂമിൽ തന്നെ ഒതുങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ അതേ അച്ഛൻ തന്നെ പറയുന്നു, മോനെ നീ ഒന്ന് പുറത്ത് പോയി കളിക്കുക എന്നുള്ളൂ, നീ കൂട്ടുകാരോടൊപ്പം ഒന്ന് പോയിട്ട് വാ, അല്ലെങ്കിൽ നീ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് വാ, നീ ഒരു ജോലി തന്നെ കണ്ടുപിടിച്ച് ജോലി ചെയ്യുക. പക്ഷേ ഈ കുട്ടി ഒന്നിനും തയ്യാറാകുന്നില്ല. ഇപ്പോൾ ഒരു തരം സൈക്കാട്രിക് ഡിസോർഡറിൽ എത്തിപ്പെട്ടു എന്നുള്ളതാണ്. അവന് സോഷ്യൽ ഫോബിയാസ് വന്നു. അതായത് സമൂഹവുമായി ഇൻ്ററാക്റ്റ് ചെയ്യാൻ, തരാതരക്കരുമായിട്ട് ഇൻ്ററാക്റ്റ് ചെയ്യാൻ ഒന്നും സാധിക്കാത്ത പേടി കടന്നുകൂടുന്നൊരവസ്ഥ കടന്നു വന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ പാരൻസ് തന്നെയാണ് ഒരു പരിധിവരേക്ക് കുട്ടികളുടെ ഉള്ള ആത്മവിശ്വാസം ഇല്ലാതാക്കുന്നത്. അവരെ സോഷ്യലൈസേഷനിലേക്ക് കൊണ്ടുവരേണ്ടത് പാരൻസ് തന്നെയാണ്. അവരെ പ്രോത്സാഹിപ്പിച്ച് സമൂഹവുമായി ബന്ധപ്പെട്ട് ആ സമൂഹത്തിലെ ആളുകളുമായി ഇൻ്ററാക്റ്റ് ചെയ്ത്, തരാതരക്കാരുമായിട്ട് പിയർ ഗ്രൂപ്പുമായി ഇൻ്ററാക്റ്റ് ചെയ്ത് ആത്മവിശ്വാസത്തോടു കൂടി കാര്യങ്ങളെ നേരിടാൻ, അവൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ നേരിടാനൊക്കെ ഉള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാക്കി കൊടുക്കുന്നത് തീർച്ചയായിട്ടും അവൻ്റെ തന്നെ പാരൻസാണ്. പക്ഷേ ആ പാരൻസ് തന്നെ അവനെ ഒരു ഭാഗത്ത് ഒതുക്കി. അതുകൊണ്ട് ഇപ്പോൾ വളർന്നു വന്നപ്പോഴും അവനൊന്നിനും സാധിക്കുന്നില്ല. അവന് പറഞ്ഞിട്ട് കാര്യമില്ല, അവനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അവൻ്റെ ആത്മധൈര്യം മുഴുവൻ ചോർന്നിരിക്കുന്നു. ഇനി രണ്ടാമതും അവനെ ആത്മവിശ്വാസമുള്ളൊരു വ്യക്തിയാക്കി മാറ്റിയെടുക്കണം എന്നുള്ളത് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് തിരിച്ചറിയേണ്ട ഒരു കാര്യം, പാരൻസിൻ്റെ ശരിയായ രീതിയിലുള്ള ഇടപെടലുകൾ അതാത് സമയങ്ങളിൽ ഇല്ലെങ്കിൽ, പ്രത്യേകിച്ച് സോഷ്യലൈസേഷൻ്റെ ഭാഗമായിട്ട് പ്രോത്സാഹനങ്ങൾ കൊടുത്തില്ലെങ്കിൽ കുട്ടികൾ ഇത്തരത്തിലുള്ള അവസ്ഥയിൽ എത്തിപ്പെടുന്നുള്ളൂ. ഫ്രണ്ട്സ്, എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. അടുത്തതുപോലത്തെ വീഡിയോ നമുക്ക് വീണ്ടും കാണാം. താങ്ക്